സിംഹവും മുയലും. ഒരിക്കൽ ഒരു കാട്ടിൽ ക്രൂരനായ ഒരു സിംഹം ഉണ്ടായിരുന്നു. വിശപ്പില്ലെങ്കിൽ പോലും മൃഗങ്ങളെ വേട്ടയാടുന്നത് സിംഹത്തിന് ഒരു ഹരമായിരുന്നു. സഹിക്കേട്ട മൃഗങ്ങൾ അവസാനം സിംഹത്തെ സമീപിച്ചു. ദിവസവും സിംഹത്തിന് വിശപ്പടക്കാൻ ഓരോ മൃഗങ്ങളെ അയക്കാമെന്നും അനാവശ്യമായി മൃഗങ്ങളെ കൊല്ലുന്നത് നിർത്തണമെന്നും അവരഭ്യർത്ഥിച്ചു. സിംഹവും അത് സമ്മതിച്ചു. ഇനി മൃഗങ്ങൾ വാക്കു തെറ്റിച്ചാൽ ഉറപ്പായും എല്ലാ മൃഗങ്ങളെയും കൊല്ലുമെന്നും സിംഹം മുന്നറിയിപ്പ് നൽകി. മൃഗങ്ങളും സമ്മതിച്ചു. അങ്ങനെ ഓരോ ദിവസവും ഓരോ നിർഭാഗ്യവാന്മാരായ ജീവികൾ സിംഹത്തിന്റെ ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു മുയലായിരുന്നു. പാവം മുയൽ, പേടിച്ചുപോയ മുയൽ കഴിയുന്നത്ര വേഗം കുറച്ച് സിംഹത്തിന്റെ ഗുഹയിലേക്ക് നടന്നു. വിശന്നിരുന്ന സിംഹം മുയലിനെ കണ്ടയുടനെ ഗർജിച്ചു. എന്താണ് ഇത്ര താമസിച്ചത്? ഈ പീക്കിരി മുയലിനെ തിന്നാൽ എന്റെ വിശപ്പ് എങ്ങനെ തീരും? മൃഗങ്ങൾ വാക്ക് തെറ്റിച്ചു. നിന്നെ തിന്നിട്ട് ബാക്കിയുള്ളതിനെയും കൊല്ലും, സിംഹം പറഞ്ഞു. അല്ലയോ സിംഹരാജൻ, ഞങ്ങൾ 4 മുയലുകളാണ് താങ്കളുടെ ഭക്ഷണത്തിനായി വന്നത്. എന്നാൽ വഴിയിൽ വേറൊരു സിംഹം ഞങ്ങളെ തടഞ്ഞു. ഈ കാട്ടിലെ പുതിയ രാജാവാണെന്ന് പറഞ്ഞു താങ്കളെ വെല്ലുവിളിക്കുകയും ചെയ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന 3 മുയലുകളെ ആ സിംഹം തിന്നു. ഈ വിവരം താങ്കളെ അറിയിക്കാൻ എന്നെ മാത്രം ജീവനോടെ അയച്ചു. മുയൽ പേടിച്ച് മറുപടി പറഞ്ഞു. സിംഹത്തിന് ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. സിംഹം മുയലിനെയും കൂട്ടി പുതിയ സിംഹത്തിനടുത്തേക്ക് പാഞ്ഞു. മുയൽ സിംഹത്തിനെ ഒരു കിണറ്റിന്റെ അരികിലേക്കാണ് കൊണ്ടുപോയത്. കിണറ്റിലേക്ക് എത്തി നോക്കിയ സിംഹം വെള്ളത്തിൽ തന്റെ പ്രതിബിംബം കണ്ടു. പുതിയ സിംഹമാണെന്ന് തെറ്റിദ്ധരിച്ചു. സിംഹം ഗർജിക്കാൻ തുടങ്ങി. സിംഹത്തിന്റെ ഗർജനം കിണറ്റിൽ പ്രതിധ്വനിച്ചു. പുതിയ സിംഹം തന്നെ നോക്കി ഗർജിക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് കിണറ്റിലേക്ക് എടുത്തു ചാടിയ സിംഹം വെള്ളത്തിൽ മുങ്ങിപ്പോയി. അതോടെ ക്രൂരനായ ആ സിംഹത്തിനെ കൊണ്ടുള്ള ശല്യവും അവസാനിച്ചു. മൃഗങ്ങൾ മുയലിനോട് നന്ദി പറഞ്ഞു. കേൾക്കുന്നതെല്ലാം പൂർണ്ണമായി വിശ്വസിക്കരുത്. വസ്തുതകളെ മനസ്സിലാക്കി കാര്യങ്ങളോട് പ്രതികരിക്കുകയാണ് ഉത്തമം.